റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സർക്കാർ അപമാനിച്ചു എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. മൂന്നാം നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് റിപ്പബ്ലിക് ദിന പരേഡിന് ഇരിപ്പിടമൊരുക്കിയത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോടുള്ള ഈ രീതിയിലുള്ള അവഹേളനം അംഗീകരിക്കാനാകില്ല എന്നാണ് AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല പ്രതികരിച്ചത്. 2018 രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പിൻനിരയിൽ ഇരിപ്പിടം നൽകിയതിനെതിരെയും കോൺഗ്രസ് പ്രതിഷേധമുയർത്തിയിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും മുൻനിരയിൽ കേന്ദ്രമന്ത്രിമാർക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവിന് ഇരിപ്പിടം നൽകേണ്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നിരവധി പേർക്ക് ഒന്നാം നിരയിൽ ഇരിപ്പിടം ഒരുക്കിയിട്ടും പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം മാത്രം മൂന്നാം നിരയിലേക്ക് മാറ്റിയത് എന്തുകൊണ്ടെന്ന ചോദ്യവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. മൂന്നാം നിരയിൽ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ചിത്രമടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ ചോദ്യം. അതേസമയം 27ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ദൃശ്യവിരുന്നായിരുന്നു രാജ്യ തലസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡ്. വന്ദേമാതരത്തിന്റെ 150ാം വർഷം പ്രമേയമാക്കി നടന്ന വർണ്ണാഭമായ പരേഡ് കർത്തവ്യപഥിനെ സമ്പന്നമാക്കി. ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും പ്രമേയമാക്കിയുള്ള കേരളത്തിന്റെ നിശ്ചല ദൃശ്യവും പരേഡിൽ വലിയ ശ്രദ്ധ നേടി. യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇത്തവണ പരേഡിൽ വിശിഷ്ടാതിഥികളായി എത്തിയത്. രാവിലെ 10:30 ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർത്തവ്യപഥിലേക്ക് എത്തി. ഈ വർഷത്തെ വിശിഷ്ടാതിഥികളായ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവർക്കൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പരേഡിന് സാക്ഷിയാകാൻ കർത്തവ്യപഥിലേക്കെത്തി. പ്രതിരോധ രംഗത്ത് സൈനിക കരുത്തും സ്വയം പര്യാപ്തതയും വിളിച്ചോതിക്കൊണ്ടാണ് സേനകൾ പരേഡിൽ തിളങ്ങിയത്. സിന്ദൂർ ഫോർമേഷനിൽ വ്യോമസേനാ വിമാനങ്ങൾ അണിനിരന്നു. വിവിധ സേനാവിഭാഗങ്ങൾ ആയുധശേഷിയിലുള്ള കരുത്ത് പ്രദർശിപ്പിച്ചു. കൗതുക കാഴ്ചയായി കരസേനയുടെ വെറ്റിനറി സംഘവും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 11ാമതായി കേരളത്തിന്റെ നിശ്ചല ദൃശ്യം റിപ്പബ്ലിക് ദിന പരേഡിന് ഇറങ്ങി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ പ്ലോട്ടിനെ കുറിച്ച് പ്രധാനമന്ത്രി വിശിഷ്ടാതിഥികളോട് വിവരിച്ചു. ജല്ലിക്കെട്ട് പ്രമേയമാക്കിയ തമിഴ്നാടിന്റെ പ്ലോട്ടും കയ്യടി നേടി. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർലമെന്റിലടക്കം ചർച്ചയായ വന്ദേമാതരം പരേഡിലും നിറഞ്ഞു നിന്നു. വിവിധ സേനകളുടെ സാഹസിക അഭ്യാസ പ്രകടനങ്ങൾക്കും ഫ്ലൈ പാസ്റ്റിനും ശേഷം പരേഡ് അവസാനിച്ചു.